ഹലോ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലിയാപ്പനോവ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ. ലിയാപ്പനോവ് സ്റ്റെബിലിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, സോ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ സിംഗുലർ പോയിന്റ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം where it will stay forever. എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു സ്റ്റേറ്റിൽ വരുമ്പം ആ സിസ്റ്റം അവിടെ തന്നെ സ്റ്റേ ചെയ്യും. ഓക്കെ, സോ ഈ ഇക്വിലിബ്രിയം പോയിന്റിന് പറയുന്ന വേറെ വാക്കുകളാണ് എന്ത്? സിംഗുലർ പോയിന്റ്സ്, അതുപോലെ തന്നെ സ്റ്റേഷനറി പോയിന്റ്, ഫിക്സ്ഡ് പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റ് എന്നൊക്കെ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റിനെ പറയും. ഓക്കെ, സോ ഇപ്പം നമുക്കറിയാം നമ്മളൊരു സ്റ്റേറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, നൗ ഈ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും? ഇക്വേറ്റ് എക്സ് ഡോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ് ഡോട്ടിന് 0 കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഒരു ടേമാണ് ഓട്ടോണോമസ് സിസ്റ്റം. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു ആണെങ്കിൽ, ഇത് നമ്മൾ പറഞ്ഞതാണ്, സ്റ്റേറ്റ് മോഡലിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു എന്ന് പറഞ്ഞു. വേർ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്സ് ആണ്, എക്സ് ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആണ്, യു എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടാണ്, ആൻഡ് എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് വേരിയബിൾസ് ആണ്, സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. ഓക്കെ, സോ യു എന്ന് പറയുന്ന ഇൻപുട്ടാണ്. ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ യു ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അതിനെയാണ് ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർ ഓട്ടോണോമസ് സിസ്റ്റം u is equal to 0. u is equal to 0. That is x dot is equal to ax എന്ന് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ax ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും. ഇനി നമ്മളൊരു ലീനിയർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒൺലി സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒറിജിൻ ആയിരിക്കും. ഓക്കെ, ലീനിയർ സിസ്റ്റത്തിൽ ഇതിൻ്റെ ഒൺലി സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതിന് ഒരു സൊല്യൂഷനെ കാണത്തുള്ളൂ, അത് ഒറിജിൻ ആയിരിക്കും. ഓക്കെ, ബട്ട് ഫോർ നോൺ ലീനിയർ സിസ്റ്റം equilibrium point can be more than one and അത് ഒറിജിൻ ആകണം എന്നുമില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ഓർ ക്യാനോട്ട് ബി ഒറിജിൻ, ഇറ്റ് ക്യാൻ ബി അതർ ദാൻ ഒറിജിൻ. ഒറിജിനും ആകാം, അല്ലെങ്കിൽ ഒറിജിൻ അല്ലാത്ത ഏതെങ്കിലും പോയിന്റും ആകാം. ഓക്കെ, സോ നമ്മൾ ഇതിന് മുമ്പ് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ഫേസ് പോർട്രേറ്റ്, സിംഗുലർ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തപ്പോൾ, ഫേസ് പോർട്രേറ്റിൻ്റെ പ്രോബ്ലംസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, ജേക്കോബിയൻ മെട്രിക്സ് എടുത്ത് നമ്മൾ നോക്കുമ്പം ഒറിജിൻ അല്ലാതെ ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് വന്ന കുറച്ച് പ്രോബ്ലംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ നോൺ ലീനിയർ സിസ്റ്റത്തിൽ ഇക്വിലിബ്രിയം പോയിന്റ് ഇറ്റ് ക്യാൻ ബി ഒറിജിൻ ഓർ ഇറ്റ് cannot ബി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ.
എന്താണ് ഇക്വിലിബ്രിയം പോയിൻ്റ്, എന്താണ് ഓട്ടോണോമസ് സിസ്റ്റം. ഓക്കെ, സോ ഇത് ഒരു കാര്യം. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ്നെസ്. ഓക്കെ, ഡെഫിനിറ്റ്നെസ് അല്ലെങ്കിൽ സൈൻ ഡെഫിനിറ്റ്നെസ് എന്താണെന്നുള്ളതാണ്. പോസിറ്റീവ് ഡെഫിനിറ്റ്, പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്, നെഗറ്റീവ് ഡെഫിനിറ്റ്, negative semi-definite, indefinite. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് അറിയണം. അതായത് എനിക്കൊരു ഫങ്ഷൻ തരുവാണെങ്കിൽ, ഓക്കെ, സപ്പോസ് v of x is equal to x1 plus x2 the whole square. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫങ്ഷൻ എങ്കിൽ ഇത് എനിക്ക് ഏത് ഡെഫിനിറ്റ് ആണ് എന്നറിയണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ x1നും x2നും നമ്മൾ പോസിറ്റീവ് വാല്യൂ ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക, നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി വി എക്സ് എന്ന് നോക്കുക. ഓക്കെ, x1 ആൻഡ് x2 ബോത്ത് പോസിറ്റീവ് ആണെങ്കിൽ വി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. 1 1 2 സ്ക്വയർ 4 എന്ന് കിട്ടും. വി ഓഫ് എക്സ് 0 ആണെങ്കിൽ x1 x2 0 ആണെങ്കിൽ എന്ത് കിട്ടും? 0 കിട്ടും. ആൻഡ് വി ഓഫ് എക്സ് x1 x2 നെഗറ്റീവ് ആണെങ്കിലും -1 എന്ത് കിട്ടും? -2 the whole square, that is പോസിറ്റീവ് എന്ന് കിട്ടും. ഇനി ഞാനൊരു കണ്ടീഷൻ എടുക്കുവാണ്. x1 is equal to -1 ആൻഡ് x2 is equal to +1. ഓക്കെ, ഈ കണ്ടീഷനിൽ എന്ത് പറ്റും? വി ഓഫ് എക്സ് is equal to 0 കിട്ടും അല്ലേ. അല്ലെങ്കിൽ തിരിച്ച് x2 is equal to -1 ആൻഡ് x1 is equal to 1. ഈ ഒരു കേസിലും വി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0. സോ നമുക്ക് കാണാൻ പറ്റും വെൻ വി ഓഫ് എക്സ് x1 ആൻഡ് x2 ബോത്ത് പോസിറ്റീവ് ആകുമ്പോൾ വി ഓഫ് എക്സ് പോസിറ്റീവ് ആണ്, x1 ആൻഡ് x2 0 ആകുമ്പോൾ വി ഓഫ് എക്സ് 0 ആണ്, x1 ആൻഡ് x2 നെഗറ്റീവ് ആകുമ്പോൾ വി ഓഫ് എക്സ് പോസിറ്റീവ് ആണ്. ബട്ട് ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ വി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആയിപ്പോവും. ഓക്കെ, സം വാല്യൂസ് ഓഫ് x1 ആൻഡ് x2 വി ഓഫ് എക്സ് വിൽ ബി 0. ഓക്കെ, സോ അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. ഓക്കെ, പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. ഇനി എന്താണ് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഈ ഒരു കണ്ടീഷൻ, അതായത് x1 ആൻഡ് x2 സം വാല്യൂസിന് വി ഓഫ് എക്സ് പെട്ടെന്ന് 0 ആയിപ്പോവും, അതിന് പറയുന്നതാണ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. സപ്പോസ് വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. ഓക്കെ, x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ആണെങ്കിൽ x1 x2 ഏത് വാല്യൂ ആണെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്തോ പറ്റും? വി ഓഫ് എക്സ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ആൻഡ് x1 x2 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ when x1 and x2 are 0, then only v of x is 0. ബാക്കി ഏത് വാല്യൂസ് x1നും x2നും വന്നാലും v of x പോസിറ്റീവ് ആണ്. Then this function is called positive definite function. Okay, so ഇങ്ങനൊരു ഫംഗ്ഷൻ കിട്ടുവാണെങ്കിൽ x1ൻ്റെ x2ൻ്റെ വാല്യൂസ് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ബി ഇറ്റ്, വി ഓഫ് എക്സ് ഇസ് പോസിറ്റീവ് ആൻഡ് x1 is equal to 0 ആൻഡ് x2 is equal to 0 ആണെങ്കിൽ വി ഓഫ് എക്സ് is equal to 0. ഓക്കെ, ഈ ഒരു കണ്ടീഷനെയാണ് പോസിറ്റീവ് ഡെഫിനിറ്റ് ഫങ്ഷൻ എന്ന് പറയും. ആൻഡ് ഇവിടെ x1ൻ്റെ x2ൻ്റെയും വാല്യൂസ്
ചില വാല്യൂസ് വരുമ്പോൾ വി ഓഫ് എക്സ് പെട്ടെന്ന് 0 ആയി പോകും. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. ഓക്കെ, എന്താണ് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നും പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്നും മനസ്സിലായല്ലോ. ഇനി നെഗറ്റീവ് ഡെഫിനിറ്റ് ആൻഡ് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്. നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വി ഓഫ് എക്സ് ഇസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. Okay, that is, for example, v of x is equal to minus x1 square minus 3x1 plus 2x2 the whole square. Okay, ഈ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x1 സ്ക്വയർ പ്ലസ് 3x1 plus 2x2 the whole square. Okay, so ഈ ഒരു കേസിൽ ഈ ഒരു ഫംഗ്ഷൻ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ then that is called negative definite. Okay, so നിങ്ങൾക്ക് കിട്ടുന്ന ഫംഗ്ഷൻ നെഗറ്റീവ് വി ഓഫ് എക്സ് എടുത്തിട്ട് x1 സ്ക്വയർ പ്ലസ് 3x1 പ്ലസ് 2x2 ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ ഇതെടുക്കുക, എന്നിട്ട് ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ നോക്കുക. ദാറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് x1 ആൻഡ് x2 വി ഓഫ് എക്സ് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് വി ഓഫ് എക്സ് ഷുഡ് ബി പോസിറ്റീവ്. ആൻഡ് ഇഫ് x1 ആൻഡ് x2 ഇസ് 0, വി ഓഫ് എക്സ് ഷുഡ് ബി 0. ഇവിടെ 0 ആണെങ്കിൽ 0 തന്നെ വരും. ആൻഡ് x1 ആൻഡ് x2, whatever be the value of x1 and x2, this function is positive. That means v of x is negative. So this will be negative definite. Now negative semi definite. Negative semi definite എന്ന് പറഞ്ഞാൽ എന്താണ്? Let v of x is equal to minus x1 minus x2 the whole square. Okay, so ഈ ഒരു കേസിൽ ഇതാണ് നമ്മുടെ സിസ്റ്റം എങ്കിൽ നമുക്ക് കാണാം x1 is equal to x2 ആകുന്ന കേസിൽ this whole thing will be 0. ബാക്കി എല്ലാ കേസിലും അത് നെഗറ്റീവ് തന്നെയായിരിക്കും. x1 x2 ആകുന്ന കേസിൽ അല്ലെങ്കിൽ മൈനസ് വി എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആകും. ഓക്കെ, x1 x2 ആകുന്ന കേസിൽ ഈ ഫംഗ്ഷൻ 0 ആയി പോവും. ആൻഡ് x1 x2 ഇസ് ഈക്വൽ ടു 0 ആകുന്ന കേസിലും ഈ ഫംഗ്ഷൻ 0 ആയി പോവും. ഓക്കെ, നൗ ബാക്കി എല്ലാ കേസിലും ഇത് നെഗറ്റീവായിട്ടിരിക്കും. ഹെൻസ് this function is negative semi-definite. So x1 x2 0 അല്ലാത്ത ഒരു കേസിലെങ്കിലും v of x 0 ആകുന്നുണ്ടെങ്കിൽ that is negative semi-definite. ഓക്കെ, എല്ലാ കേസിലും except x1 x2 is equal to 0 നെഗറ്റീവ് ആണെങ്കിൽ that is negative definite. ഇനി എന്താണ് indefinite എന്ന് പറഞ്ഞാൽ? It can be positive, it can be 0 and it can be negative. Okay, so v of x പോസിറ്റീവ് ആകാം, 0 ആകാം, നെഗറ്റീവ് ആകാം based on the values of x1 and x2. So അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ it is called a negative indefinite. Okay, for example, v of x is equal to x1 x2 plus x2 square. Okay, ഇതിപ്പം x1ഉം x2ഉം നെഗറ്റീവ്, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇൻഡെഫിനിറ്റ് ആകും. ഓക്കെ, സോ ഇത് ബേസ്ഡ് ഓൺ x1 ആൻഡ് x2 it will be positive, it will be negative, it will be 0. So this function is indefinite function. Okay, so definiteness എന്താണെന്ന് മനസ്സിലായോ? പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ whatever be the value of x1 and x2, the function is positive other than x1 and x2 is equal to 0. Okay, positive semi definite എന്ന് പറഞ്ഞാൽ
ഫങ്ഷൻ പോസിറ്റീവ് ആകും, ബട്ട് അതർ ദാൻ 0 വേറെ ഏതെങ്കിലും വാല്യൂസിന് വി ഓഫ് എക്സ് 0 ആകുവാണെങ്കിൽ അതിനെ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയും. ഇനി കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആകുവാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ഡെഫിനിറ്റ്. ആൻഡ് എന്താണ്, എവിടെയെങ്കിലും ചില വാല്യൂസിൽ 0 ആകുവാണെങ്കിൽ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്. ആൻഡ് ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി പോസിറ്റീവ്, 0 ഓർ നെഗറ്റീവ്. ഓക്കെ, സോ ഇതാണ് ഡെഫിനിറ്റ്നെസ് എന്നുള്ള കാര്യം. ഓക്കെ, നോൺ ലീനിയർ സിസ്റ്റത്തിലേക്ക് വരുമ്പം എനർജി കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് സ്റ്റെബിലിറ്റി പറയുന്നത്. ഓക്കെ, നോൺ ലീനിയർ സിസ്റ്റത്തിൽ എനർജി കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് so if energy goes on decreasing, it will reach a point where energy is 0 or constant. Okay, at that point the system is stable. Okay, for suppose നമ്മൾ ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കുക. കാറ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും, പെട്രോൾ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. At some point petrol will finish. At that point the car will remain in that state. Okay, same process തന്നെ. If energy goes on decreasing in a system, it will reach a point where energy is 0 or constant. At that time the system is stable. Okay, so നമുക്ക് നമ്മുടെ എനർജി ഫങ്ഷനാണ് വി ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, എനർജി ഫങ്ഷനാണ് വി ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുക്കുന്നത്. ബട്ട് നമുക്ക് എല്ലായിടത്തും ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ എനർജി എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മളൊരു ജനറലൈസ്ഡ് ഫങ്ഷനായിട്ടാണ് വി ഓഫ് എക്സിനെ എടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് തിയറം ഓഫ് ലിയാപ്പനൂസ് ഫസ്റ്റ് തിയറത്തിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് തിയറം പറയുന്നത്, ഫോർ എ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ ടി. എന്താണ് എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടി. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് കോമ ടി വെയർ എഫ് ഓഫ് 0 കോമ ടി ഈസ് ഈക്വൽ ടു 0 for all t greater than or equal to 0 if there exists a scalar function v of x comma t having continuous partial derivatives and satisfying the condition v of xt is positive definite, v dot of xt is negative definite, and v of x as tends to infinity as norm of x tends to infinity, then the equilibrium state at the origin is uniformly asymptotically stable in the large. Okay, so ഇതാണ് പറയുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. വാട്ട് ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടില്ല. ആൻഡ് വാട്ട് ഈസ് നോം ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടില്ല. നോം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ root of x1 square plus x2 square plus etc up to xn square. Okay, vector distance ആണ് norm of x എന്ന് പറയുന്നത്. Okay, so v of x ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം norm of x ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യണം. ആൻഡ് v of xt പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കണം, v dot of xt നെഗറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കണം. ആ സമയത്ത് equilibrium state അല്ലെങ്കിൽ equilibrium point at the origin is uniformly asymptotically stable in the large.
ഓക്കെ, സോ ഇതിൻ്റെ മീനിങ് നമുക്കൊരു പ്രോബ്ലം വെച്ച് കാണാം. ഓക്കെ, സപ്പോസ് നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഒറിജിൻ ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വി ഷുഡ് സെലക്ട് എ എനർജി ഫങ്ഷൻ. ഓക്കെ, v of x. Okay, so consider the Lyapunove function as v of x is equal to x1 square plus x2 square. നമുക്ക് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും എടുക്കാം, ബട്ട് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് ഡെഫിനിറ്റ്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താണ് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു? ദാറ്റ് ഈസ് ഫോർ ഓൾ x1 ആൻഡ് x2 v of x ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് അറ്റ് x1 is equal to 0, x2 is equal to 0, v of x should be 0. ആ ഒരു പോയിന്റിൽ മാത്രമേ v of x 0 ആകാവൂ. ബാക്കി എല്ലാ പോയിന്റിലും ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. അങ്ങനെയുള്ള പോസിറ്റീവ് ഡെഫിനേറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, ഇനി ടു ഫൈൻഡ് ദ എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ്, നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു പുട്ട് x dot is equal to 0. Okay, that is x1 ഡോട്ടും x2 ഡോട്ടും 0 ആക്കി കൊടുക്കുക. എന്നിട്ട് x1 ഉം x2 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, മൈനസ് x1 പ്ലസ് x2 പ്ലസ് x1 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ is equal to 0. മൈനസ് x1 മൈനസ് x2 പ്ലസ് x2 into x1 square plus x2 square is equal to 0. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 2 ഇക്വേഷൻസ് ഉണ്ട്. അതിനകത്ത് x1ൻ്റെ x2ൻ്റെയും സോൾവ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് x1 is equal to 0 ആൻഡ് x2 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഞാനിത് പെട്ടെന്ന് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. സോ ദ ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് 0, 0. Okay, now നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് v ഡോട്ട് കണ്ടുപിടിക്കണം. v ഡോട്ട് ഓഫ് എക്സ്, v ഡോട്ട് ഓഫ് എക്സ് is equal to ഡോ വി ബൈ ഡോ x1 ഇൻറ്റു dv by dt, sorry dx1 by dt പ്ലസ് ഡോ വി ബൈ ഡോ x2 ഇൻറ്റു dx2 by dt. വി ഡോട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വി ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡി വി ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിന് വെച്ചിട്ടേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ വി ബൈ ഡോ x1 ഇൻറ്റു x1 ഡോട്ട്, ഇവിടെ നമുക്ക് x1 ഡോട്ട് ഉണ്ടല്ലോ, ആൻഡ് പ്ലസ് ഡോ വി ബൈ ഡോ x2 ഇൻറ്റു x2 ഡോട്ട്. ഓക്കെ, x2 ഡോട്ട് നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, ഡോ വി ബൈ ഡോ x1, ഇവിടെ നിന്നും ഡോ വി ബൈ ഡോ x1 എന്താണ്? 2x1 ആൻഡ് ഡോ വി ബൈ ഡോ x2 എന്ന് പറഞ്ഞാൽ 2x2. ഓക്കെ, സോ ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ഡോട്ട് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. വി ഡോട്ട് ഓഫ് എക്സ് is equal to 2x1 into minus x1 plus x2 plus x1 square plus x2 square plus 2x2 into minus x1 minus x2 plus x2 into x1 square plus x2 square. Okay, split ചെയ്യുക. minus 2x1 square plus 2x1 x2
plus x1 cube plus x2 square x1 plus 2x2 minus 2x1 x2 minus 2x2 square, okay, plus 2x2 square into x1 square plus x2 square, okay, that is equal to ഈ ടേം ക്യാൻസൽ ആയിപ്പോവും, ബാക്കി എല്ലാ ടേമും ഉണ്ട്. സോ ഇവിടെ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ, ഇവിടെയും x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഉണ്ട്, ഓക്കെ. ദാറ്റ് ഈസ്, ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഇവിടെ 2x1 സ്ക്വയർ ഉണ്ട്, ഇവിടെ 2x2 സ്ക്വയർ ഉണ്ട്, മൈനസ് 2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്ന് കിട്ടും, ഓക്കെ. ദെൻ ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും, ഓക്കെ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിലേക്കായിരിക്കും വരുന്നത്. So here ഇത് പ്ലസ് ആയിരിക്കും, -2 എന്ന് ഞാൻ ഇവിടെ എഴുതിയതാണ്. കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആയിട്ട് വരും, ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇത് വരുന്നത് -2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ, ഓക്കെ, പ്ലസ് x1 സ്ക്വയർ plus x2 square into 2x1 square plus x2 square into x1 square plus x2 square ഇങ്ങനെ വരും. ഇതിനകത്തുനിന്ന് x1 square plus x2 square 2 വെളിയിലെടുക്കുമ്പോഴാണ് ഈ ഒരു ഫോമിലേക്ക് വരുന്നത്, ഓക്കെ. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. സോ ദിസ് വിൽ ബി ദ v dot of x. നമുക്ക് എന്താ നോക്കേണ്ടത്? ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഡെഫിനിറ്റ് എന്നാണ് നോക്കേണ്ടത്, ഓക്കെ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്, ഓക്കെ. x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. ആൻഡ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ മൈനസ് 1 ഒരു പർട്ടിക്കുലർ വാല്യൂസിന് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ദിസ് വിൽ ബി നെഗറ്റീവ് ഡെഫിനിറ്റ്, ഓക്കെ. ഏത് വാല്യൂസിൽ? സേ x1 ഈസ് ഈക്വൽ ടു 0.1 ആൻഡ് x2 ഈസ് ഈക്വൽ ടു 0.1. ഈ ഒരു കേസിൽ ഇറ്റ് ഈസ് നോട്ട് നെഗറ്റീവ് ഡെഫിനിറ്റ്, ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കും, ഓക്കെ. സോ ഹോൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് വി ഡോട്ട് ഈസ് ഇൻഡെഫിനിറ്റ്. നിങ്ങളോട് ഞാൻ ഈ പ്രോബ്ലം തന്നെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പലയിടത്തും ഡെഫിനിറ്റ് എന്നാണ് കിടക്കുന്നത്, ഓക്കെ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഇത് ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ അതോ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന്. ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ് ഡെഫിനിറ്റ് ബട്ട് അറ്റ് സ്മോൾ വാല്യൂസ് ഓഫ് x1 ആൻഡ് x2, ഓക്കെ. ദാറ്റ് ഈസ് x2 0.1, x1 0.1, x2 0.1 ആണെങ്കിൽ ഇതെന്തുമായിരിക്കും? 0.1 സ്ക്വയർ 0.01 എന്ന് വരും. ഇതെന്ന് പറഞ്ഞാൽ 0.01 എന്ന് വരും. സോ 0.02 മൈനസ് 1 എന്ന് വരും, ഓക്കെ. സോ വി ഡോട്ട് ഈസ് ഇൻഡെഫിനിറ്റ് എന്ന് കിട്ടും. ഇഫ് x1 and x2 is in between -1 by root 2 to +1 by root 2.
ഓക്കെ, ഈ ഒരു ഇതിലാണെങ്കിൽ മാത്രം വി ഡോട്ട് ഓഫ് എക്സ് ഇസ് നെഗറ്റീവ് ഡെഫിനിറ്റ്. So the given system is locally stable എന്ന് പറയാം. ഓക്കെ, നമ്മളോട് ലിയാപിനോവ് സ്റ്റെബിലിറ്റിയുടെ ഫസ്റ്റ് തിയറം പറയുന്നത് വി ഓഫ് എക്സ് പോസിറ്റീവ് ഡെഫിനേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തു. വി ഡോട്ട് ഓഫ് എക്സ് നമ്മൾ നെഗറ്റീവ് ഡെഫിനേറ്റ് ആയിരിക്കണം. ഓക്കെ, ബട്ട് സ്മോൾ വാല്യൂസ് ഓഫ് x1 ആൻഡ് x2 നമുക്ക് എന്താണ്, ഇത് നെഗറ്റീവ് ഡെഫിനേറ്റ് ആയിട്ട് വരും. ബട്ട് ലാർജർ വാല്യൂസ് ഓഫ് x1 ആൻഡ് x2 ഓക്കെ, ഇതെന്തുമായിട്ട് വരും? ദാറ്റ് ഈസ് 2² പ്ലസ് 4². അങ്ങനെ വരുവാണെങ്കിൽ -1 എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി പോസിറ്റീവ് ഡെഫിനേറ്റ്. ലാർജർ വാല്യൂസിന് ഇത് പോസിറ്റീവ് ഡെഫിനേറ്റ് ആയിരിക്കും, ബട്ട് സ്മോളർ വാല്യൂസിന് ഇത് നെഗറ്റീവ് ഡെഫിനേറ്റ് ആയിരിക്കും. ഹെൻസ് ഒരു പർട്ടിക്കുലർ റേഞ്ച് എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രം വി ഡോട്ട് ഓഫ് എക്സ് നെഗറ്റീവ് ഡെഫിനറ്റ് ആണ്. സോ ഗിവൺ സിസ്റ്റം നമുക്ക് ലോക്കലി സ്റ്റേബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് തിയറം. നെക്സ്റ്റ് തിയറം, സെക്കൻഡ് തിയറം, സിമിലർ വേ നമ്മളോട് പറയുന്നത് സെയിം രീതിയിൽ തന്നെ വി ഓഫ് എക്സ് ഓഫ് ടി ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്, വി ഡോട്ട് ഓഫ് എക്സ് ടി ഈസ് നെഗറ്റീവ് ഡെഫിനിറ്റ്, ആൻഡ് വി ഡോട്ട് ഓഫ് എക്സ് ടി ഡസൻറ്റ് വാനിഷ് ഐഡൻറ്റിക്കലി ഇൻ ടി ഗ്രേറ്റർ ദാൻ t0 along the state trajectory. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ദിസ് ഇസ് x1, ദിസ് ഇസ് x2. ഓക്കെ, എനിക്കിവിടെ ഒരു സ്റ്റേറ്റ് ട്രജക്ടറി ഉണ്ടെന്ന് വെച്ചു. സോ ഈ ഒരു പോയിന്റിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പം ഇറ്റ് ഷുഡ് നോട്ട് ബി 0 എന്നാണ് പറയുന്നത്. വി ഡോട്ട് ഓഫ് എക്സ് ടി ഈ ട്രജക്ടറിയിൽ കൂടി ഫോളോ ചെയ്യുമ്പം എന്താണ്, ഇറ്റ് ഷുഡ് നോട്ട് ബി 0. അതാണ് ഈ പോയിന്റ് പറയുന്നത്. അതായത് ഞാൻ ഈ x1 x2 എടുത്തിട്ട് ഇവിടെ വി ഡോട്ട് ഓഫ് എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി 0. ഇവിടെ x1 x2 നമ്മൾ ഓരോ പോയിൻറ്റ്സ് ജോയിൻ ചെയ്താൽ ഈ ഏതെങ്കിലും ഒരു പോയിന്റിലെ വാല്യൂ നമ്മൾ വി ഡോട്ട് ഓഫ് എക്സിന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി 0. അങ്ങനെയാണെങ്കിൽ മാത്രം ഇക്വിലിബ്രിയം പോയിന്റ് അറ്റ് ഒറിജിൻ ഇസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ഇൻ ലാർജ് എന്ന് പറയാം. ഇത് നമുക്ക് ഒരു പ്രോബ്ലം വെച്ചിട്ട് നോക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വി ഡോട്ട് ഓഫ് എക്സ് ടി ഈസ് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. x1 ഡോട്ട് x2 ഡോട്ട് 0 1 -1 3 x1 x2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x1 x2 ആൻഡ് x2 ഡോട്ട് ഈസ് ഈക്വൽ ടു -x1 -3 x2. ഓക്കെ, സോ to find the equilibrium point എന്ത് ചെയ്യണം? put x1 dot is equal to 0 and x2 dot is equal to 0. ഓക്കെ, ഇതിന് 0 കൊടുക്കുമ്പോൾ എന്ത് പറ്റും? x2 is equal to 0 എന്ന് കിട്ടും. That means x1 is equal to x2 is equal to 0 and x1 is equal to 0. So equilibrium point is 0 0. Okay, now v of x should be positive definite. So v of x, let assume v of x be x1 square plus x2 square. Okay, this function is positive definite. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലായിടത്തും ഈ ഫംഗ്ഷൻ തന്നെ എടുക്കുന്നത്. Now dv by dt is equal to dou v by dou x1 into x1 dot plus dou v by dou x2 into x2 dot. That is equal to 2x1 into x2 plus 2x2 into minus x1 minus 3x2. Okay, so that is 2x1 x2 minus 2x1 x2
minus 6x1 x2. That is equal to minus 6x1 x2. Sorry, minus 6x2 square. x2 square. Okay, so ഇത് നോക്കുകയാണെങ്കിൽ at x1 is equal to 0. x1, x2 is equal to 0. dv by dt is 0. ആണല്ലോ. x1 x2 0 ആകുന്ന കേസിൽ dv by dt 0 ആണ്. Now, at n 0, അതായത് x1 നോൺ സീറോ ആണെങ്കിലും dv by dt is 0. ആണല്ലോ. കാരണം എന്താണ്? dv by dt x2നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എൻ, dv by dt will be 0. That means എന്താണ്? dv by dt is negative semi-definite. Negative semi-definite. Okay. Now, last condition. Okay. Last condition എന്താണ്? dv by dt should not be 0 along the trajectory എന്ന് പറഞ്ഞിട്ടുണ്ട്. Okay. That is dv by dt is equal to 0 എന്ന് പറഞ്ഞാൽ x2 is equal to 0 എന്നാണ് അർത്ഥം. ആണല്ലോ. സോ നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് x1 dot is equal to x2 and x2 dot is equal to minus x1 minus 3x2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ x2 is equal to 0 എന്ന് പറഞ്ഞാൽ x1 dot is equal to 0 and x2 dot is equal to minus x1 minus 3 into 0. That is equal to x2 dot is equal to minus x1. Okay, x2 0 ആണെങ്കിൽ dx2 by dt will be equal to 0. So in effect x1 is equal to 0. Okay, so system will be 0 only when x1 and x2 is 0. നമുക്കിത് കാണുമ്പോൾ അതർ പോയിൻറ്റ്സിലും 0 ആണെന്ന് പറയാമെങ്കിലും നമ്മുടെ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ x2 0 ആണ് എന്ന് മീൻ ചെയ്ത് കഴിഞ്ഞാൽ x1 will be 0 itself. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് മീൻ ചെയ്യുന്നത്. സോ ദിസ് മീൻസ് this implies dv by dt is equal to 0 അല്ലെങ്കിൽ vanishes only when both x1 is equal to 0 and x2 is equal to 0. Okay, therefore system at equilibrium state at origin is asymptotically stable. In large, as per Lyapunove's second method. Okay, so ലിയാപ്പനോ സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലായാലും ഈ സെക്കൻഡ് മെത്തേഡ് നിങ്ങൾ എന്താണ് നോക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ഇത് ഇംപ്ലൈ ചെയ്യുന്നത് സെയിം ഫസ്റ്റ് മെത്തേഡിലേക്ക് തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു 0, x2 ഈസ് ഈക്വൽ ടു 0യിൽ മാത്രമേ dv by dt വാനിഷ് ആവുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ് ഡെഫിനിറ്റ് എന്നുള്ളതിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ബട്ട് വിത്ത് എ ലിബറേഷൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് Lyapunove സ്റ്റെബിലിറ്റി തിയറം. ദെൻ ദർ ഈസ് Lyapunove ഇൻസ്റ്റെബിലിറ്റി തിയറം. ദാറ്റ് ഈസ് ഓക്കെ, സ്റ്റെബിലിറ്റിക്ക് പറയുന്നത് എന്താണ്? ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് എപ്പോഴാണ്?
When v dot of xt is positive definite, the equilibrium state is said to be unstable. Okay, so നമ്മൾ ഫസ്റ്റ് തിയറത്തിൽ ഇത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് തിയറത്തിൽ ഇത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെന്ന് പറഞ്ഞു. വിത്ത് എന്താണ് v of xt doesn't vanishes through the phase trajectory എന്ന് പറഞ്ഞു. ആൻഡ് തേർഡ് ഇൻസ്റ്റെബിലിറ്റി തിയറത്തിൽ ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ ദ സിസ്റ്റം ഇസ് അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് ലിയാപ്പനോവിൻ്റെ 3 തിയറംസ് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ നോക്കേണ്ടത് വി ഓഫ് എക്സ് ടി പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ, നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ, ആൻഡ് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ it satisfies the Lyapunove stability criteria. ഓക്കെ, അത് നോക്കി നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ മതി. ഞാൻ 2 പ്രോബ്ലംസ് ഇതിനകത്ത് പറഞ്ഞു. ഓക്കെ, ദർ ഈസ് വൺ മോർ ടൈപ്പ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. See you in the next video. Bye.